എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ തകരാർ പരിശോധിക്കുന്നതും റെഫ്രിജറേറ്ററിന്റെ ഇലക്ട്രിക്കൽ മറ്റ് സിസ്റ്റം ഘടകങ്ങൾ പരിശോധിക്കുന്നതും എങ്ങനെയെന്ന് നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും നിലവിലെ കോയിൽ റിലേ പരിശോധിച്ച് മനസ്സിലാക്കുക. 2. ഓവർലോഡ് പ്രൊട്ടക്ടർ പരിശോധിക്കുക. 3. ഓം മീറ്റർ ഉപയോഗിച്ച് കംപ്രസർ വിൻഡിംഗ് ടെർമിനലുകളുടെ പിന്നുകളുടെ തിരിച്ചറിയൽ. 4. കംപ്രസറിലെ ഷോർട്ട് സർക്യൂട്ട് പരിശോധിക്കുക. 5. ഡോർ സ്വിച്ചിന്റെ അവസ്ഥ പരിശോധിക്കുക. 6. തെർമോസ്റ്റാറ്റ് പരിശോധിക്കുക. 7. കപ്പാസിറ്റർ പരിശോധിക്കുക. ഈ എക്സസൈസ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളും ടൂളുകളും നമുക്ക് ശേഖരിക്കാം. സ്ക്രൂ ഡ്രൈവർ 10 mm ടിപ്പ് 200 mm നീളം ഒരെണ്ണം. കട്ടിംഗ് പ്ലെയർ 200 mm ഒരെണ്ണം. നോസ് പ്ലെയർ ഒരെണ്ണം. ഫിലിപ്സ് സ്ക്രൂ ഡ്രൈവർ സെറ്റ് ഒരെണ്ണം. ഓം മീറ്റർ മൾട്ടിമീറ്റർ ഒരെണ്ണം. ക്ലാമ്പ് മീറ്റർ ഒരെണ്ണം. OLP ഓവർലോഡ് പ്രൊട്ടക്ടർ ഒരെണ്ണം. FHP ഫ്രാക്ഷണൽ ഹോഴ്സ് പവർ കംപ്രസർ ഒരെണ്ണം. വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഘടിപ്പിച്ച ടെസ്റ്റ് ബോർഡ് ഒരെണ്ണം. കപ്പാസിറ്റർ ഒരെണ്ണം. സാൻഡ് പേപ്പർ ആവശ്യത്തിന്. ഇൻസുലേഷൻ ടേപ്പ് ഒരെണ്ണം. നടപടിക്രമം: ടാസ്ക് 1 നിലവിലെ കോയിൽ റിലേ പരിശോധിക്കുക. സ്റ്റെപ്പ് 1 അമ്മീറ്റർ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് 4നും 5നും ഇടയിലുള്ള തുടർച്ച പരിശോധിക്കുക. സ്റ്റെപ്പ് 2 1നും 2നും ഇടയിൽ തുടർച്ച ശരിയാണെങ്കിൽ നിലവിലെ കോയിൽ റിലേയുടെ കോയിൽ തുടർച്ച ശരിയാണ്. സാധാരണ അവസ്ഥ 4ഉം 5ഉം തുടരും. സ്റ്റെപ്പ് 3 5നും 6നും ഇടയിലുള്ള തുടർച്ച പരിശോധിക്കുക. സാധാരണ അവസ്ഥ ഉപയോഗത്തിലില്ലാത്തപ്പോൾ 5ഉം 6ഉം തുറന്നിരിക്കുന്നു. 5നും 6നും ഇടയിൽ തുടർച്ച ഇല്ലെങ്കിൽ റിലേ ശരിയാണ്. സ്റ്റെപ്പ് 4 റിലേ മുകളിലേക്ക് താഴേക്ക് വയ്ക്കുക. 5നും 6നും ഇടയിലുള്ള തുടർച്ച പരിശോധിക്കുക. തുടർച്ച ഉണ്ടെങ്കിൽ റിലേ ശരിയാണ്. സ്റ്റെപ്പ് 5 അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. 2നും 3നും ഇടയിലുള്ള തുടർച്ച പരിശോധിക്കുക. തുടർച്ച ഇല്ലെങ്കിൽ റിലേ ശരിയാണെന്ന് കണ്ടെത്തി. സ്റ്റെപ്പ് 6 പ്ലഞ്ചർ ചലനം പരിശോധിക്കുക. ശബ്ദം നിരീക്ഷിക്കുക. റിലേ തല കീഴായി സൂക്ഷിക്കുക. പ്ലഞ്ചർ മുകളിലേക്ക് നീങ്ങുന്നു. നിങ്ങൾക്ക് ശബ്ദം കേൾക്കാനാകും. സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക. പ്ലഞ്ചർ ഇറങ്ങുന്നു. ശബ്ദം കേൾക്കാം. ശബ്ദമില്ലെങ്കിൽ റിലേ തകരാറാണ്. റിലേ പ്ലഞ്ചർ ഓപ്പറേഷൻ ശരിയല്ല. ടാസ്ക് 2 പരിശോധനയും ഓവർലോഡ് പ്രൊട്ടക്ടറും. സ്റ്റെപ്പ് 1 1നും 3നും ഇടയിലുള്ള തുടർച്ച പരിശോധിക്കുക. സ്റ്റെപ്പ് 2 4നും 5നും ഇടയിലുള്ള തുടർച്ച ശരിയാണെങ്കിൽ ബൈമെറ്റൽ കോണ്ടാക്റ്റുകളുടെ തുടർച്ച ശരിയാണ്. സ്റ്റെപ്പ് 3 തുടർച്ച ഇല്ലെങ്കിൽ ഓവർലോഡ് വികലമാണ്. സ്റ്റെപ്പ് 4 ഡിസ്കിൽ ഏതെങ്കിലും തുരുമ്പ് രൂപീകരണം പരിശോധിക്കുക. തുരുമ്പ് രൂപീകരണം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് അഭികാമ്യമല്ല. ടാസ്ക് 3 കംപ്രസർ വിൻഡിംഗ് തിരിച്ചറിയൽ. ഓം മീറ്റർ മൾട്ടിമീറ്റർ ഓഫ് ഫ്രാക്ഷൻ ഹോഴ്സ് പവർ ഹൈമാറ്റിക് കംപ്രഷനുള്ള ടെർമിനൽ പിന്നുകൾ. എക്സസൈസ് ചെയ്യുന്നതിന് മുൻപ് ഇനി പറയുന്നവ ഓർമ്മിക്കുക. വിൻഡിംഗ് റെസിസ്റ്റൻസ് പ്രവർത്തിപ്പിക്കുന്നത് എല്ലായ്പ്പോഴും വിൻഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ കുറവാണ്. വിൻഡിംഗ് പ്രതിരോധം ആരംഭിക്കുന്നത് എല്ലായ്പ്പോഴും ഓടുന്ന വിൻഡിങ്ങിനേക്കാൾ ഉയർന്നതാണ്. റണ്ണിന്റെയും സ്റ്റാർട്ടിംഗ് വിൻഡിങ്ങിന്റെയും പ്രതിരോധം ആരംഭിക്കുന്നതിന്റെയും വിൻഡിംഗ് റെസിസ്റ്റൻസ് റൺ ചെയ്യുന്നതിന്റെയും പ്രതിരോധം. നിങ്ങളുടെ മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് ഓംസ് മോഡിലേക്ക് സജ്ജമാക്കുക. മോട്ടറിന്റെ ടെർമിനലുകളിൽ ഒന്നിലേക്ക് ഒരു മൾട്ടിമീറ്റർ പ്രോബ് സ്പർശിക്കുക. ബാക്കിയുള്ള ടെർമിനലുകളിൽ മറ്റൊന്ന്. മറ്റ് 2 ടെർമിനലുകൾക്കും ഏറ്റവും കുറഞ്ഞ പ്രതിരോധം കാണിക്കുന്ന ടെർമിനൽ സാധാരണ ടെർമിനലായിരിക്കാം. കാരണം കോമൺ ടെർമിനൽ 2 വിൻഡിങ്ങുകളിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിലുടനീളം അളക്കുന്നത് 2 വിൻഡിങ്ങുകളുടെയും സംയുക്ത പ്രതിരോധം കാണിക്കുകയും റീഡിംഗുകൾ രേഖപ്പെടുത്തുകയും ചെയ്യും. സ്റ്റെപ്പ് 1 ഓം മീറ്റർ കുറഞ്ഞ ശ്രേണിയിൽ പ്രതിരോധത്തിൽ സജ്ജമാക്കുക. സ്റ്റെപ്പ് 2 എയും സിയും തമ്മിലുള്ള പ്രതിരോധം അളക്കുക. 20 ഓംസ്. സ്റ്റെപ്പ് 3 എയും ബിയും തമ്മിലുള്ള പ്രതിരോധം അളക്കുക. 40 ഓംസ്. സ്റ്റെപ്പ് 4 സി ആൻഡ് ബി 60 ഓംസ് തമ്മിലുള്ള പ്രതിരോധം അളക്കുക. ടാബുലേഷനിൽ മൂല്യങ്ങൾ രേഖപ്പെടുത്തുക. സ്റ്റെപ്പ് 5 തിരിച്ചറിഞ്ഞ എ ടെർമിനൽ പിൻ സാധാരണ ടെർമിനലായി മാറുന്നു. സ്റ്റെപ്പ് 6 തിരിച്ചറിഞ്ഞ ബി ടെർമിനൽ പിൻ വൈൻഡിംഗ് ആരംഭിക്കുന്നു. സ്റ്റെപ്പ് 7 സി ടെർമിനൽ പിൻ റൺ വൈൻഡിംഗ് തിരിച്ചറിഞ്ഞു. നിർമ്മാതാവിൽ നിന്ന് നിർമ്മാതാവിന് പ്രതിരോധ മൂല്യം ചെറുതായി വ്യത്യാസപ്പെടുന്നു. ഇൻസ്ട്രക്ടർക്ക് കംപ്രസർ നിർമ്മാതാവിന്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ടാസ്ക് 4 കംപ്രസറിലെ ഷോർട്ട് സർക്യൂട്ട് പരിശോധിക്കുക. സ്റ്റെപ്പ് 1
ഉചിതമായ ശ്രേണിയിൽ മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് മോഡിലേക്ക് സജ്ജമാക്കുക. സ്റ്റെപ്പ് 2 കംപ്രസർ ടെർമിനലിൽ എ അന്വേഷണം സ്ഥാപിക്കുക. സ്റ്റെപ്പ് 3 കംപ്രസറിന്റെ മെറ്റൽ കേസിംഗിലേക്ക് ബി അന്വേഷണം സ്ഥാപിക്കുക. സ്റ്റെപ്പ് 4 തുടർച്ച പരിശോധിക്കുക. തുടർച്ചയുണ്ടെങ്കിൽ കംപ്രസർ ഗ്രൗണ്ടഡ് ആണ്. സ്റ്റെപ്പ് 5 തുടർച്ചയില്ലെങ്കിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടില്ല. ടാസ്ക് 5 ഒരു ഡോർ സ്വിച്ചിന്റെ അവസ്ഥ പരിശോധിക്കുക. സ്റ്റെപ്പ് 1 റെഫ്രിജറേറ്റർ ഓൺ ചെയ്യുക. സ്റ്റെപ്പ് 2 റെഫ്രിജറേറ്ററിന്റെ വാതിൽ തുറന്ന് ക്യാബിനറ്റ് ബൾബിന്റെ അവസ്ഥ പരിശോധിക്കുക. അത് കത്തണം. സ്റ്റെപ്പ് 3 അങ്ങനെ അല്ലെങ്കിൽ ബൾബ് പരിശോധിക്കുക. സ്റ്റെപ്പ് 4 ബൾബ് ഫ്യൂസ് ആണെങ്കിൽ റെഫ്രിജറേറ്ററിൽ ബൾബ് മാറ്റി പരിശോധിക്കുക. സ്റ്റെപ്പ് 5 എന്നിട്ടും ബൾബ് പ്രകാശിക്കുന്നില്ല. തുടർന്ന് റെഫ്രിജറേറ്റർ സ്വിച്ച് ഓഫ് ചെയ്ത് ഡോർ സ്വിച്ച് നീക്കം ചെയ്ത് വയറുകൾ വിച്ഛേദിക്കുക. ശ്രദ്ധിക്കുക, വിച്ഛേദിക്കപ്പെട്ട എല്ലാ കണക്ഷനുകളും അടയാളപ്പെടുത്തുക. സ്റ്റെപ്പ് 6 മൾട്ടിമീറ്റർ മുഖേനയോ ടെസ്റ്റ് ലാമ്പ് ഓൺ ഓഫ് പൊസിഷൻ വഴിയോ സ്വിച്ചിലെ തുടർച്ച പരിശോധിക്കുക. സ്റ്റെപ്പ് 7 ബൾബ് ഹോൾഡർ വയറുകൾ പരിശോധിക്കുക. സ്റ്റെപ്പ് 8 സ്വിച്ച് തകരാറുള്ളതായി കണ്ടെത്തിയാൽ അത് മാറ്റി വയർ ബന്ധിപ്പിക്കുക. ആവശ്യമെങ്കിൽ ഉപ്പും ഐസ് ക്യൂബുകളും ഇടയ്ക്കിടെ ചേർക്കുക. കൃത്യമായ ഊഷ്മാവ് ലഭിക്കുന്നതിന് ഇടയ്ക്കിടെ ഇൻസുലേറ്റ് ചെയ്ത പാത്രത്തിൽ നിന്ന് ഉപ്പുവെള്ളം പുറത്തെടുക്കുക. മുൻകരുതൽ, തെർമൽ ബൾബ് കൈകാര്യം ചെയ്യുമ്പോൾ കാപ്പിലറി തകരാൻ സാധ്യതയുള്ളതിനാൽ അതിനെ മൂർച്ചയുള്ളതായി വളയ്ക്കരുത്. ടാസ്ക് 6 തെർമോസ്റ്റാറ്റിൽ ഒരു പരിശോധന നടത്തുക. സ്റ്റെപ്പ് 1 ഐസ് ക്യൂബുകൾ പൊടിച്ച് ഇൻസുലേറ്റ് ചെയ്ത പാത്രത്തിൽ വയ്ക്കുക. സ്റ്റെപ്പ് 2 പൊടിച്ച ഐസ് ക്യൂബുകളിൽ കുറച്ച് ഉപ്പ് മിക്സ് ചെയ്യുക. സ്റ്റെപ്പ് 3 കണ്ടെയ്നറിനുള്ളിൽ ഒരു തെർമോമീറ്റർ ഇടുക. സ്റ്റെപ്പ് 4 ഒരു തെർമോസ്റ്റാറ്റ് എടുത്ത് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് പോയിന്റുകൾ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ കോണ്ടാക്ട് പോയിന്റുകൾ നേർത്ത സാൻഡ് പേപ്പർ ഉപയോഗിച്ച് വൃത്തിയാക്കുക. സ്റ്റെപ്പ് 5 2 വയർ ലെഡുകൾ തെർമോസ്റ്റാറ്റിലേക്ക് ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 6 ഒരു ബൾബ് ഒരു ശ്രേണിയിൽ തെർമോസ്റ്റാറ്റുമായി ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 7 2 പിൻ പ്ലഗ് ഉപയോഗിച്ച് മറ്റ് എൻഡ് വയർ ലെഡുകൾ ബന്ധിപ്പിച്ച് അത് ടെസ്റ്റ് ബോർഡിൽ പ്ലഗ് ചെയ്ത് ഓണാക്കുക. സ്റ്റെപ്പ് 8 തെർമോസ്റ്റാറ്റിന്റെ നോബ് സ്റ്റോപ്പ് പൊസിഷനിലല്ലാത്തപ്പോൾ ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. സ്റ്റെപ്പ് 9 തെർമോസ്റ്റാറ്റിന്റെ നോബ് സ്റ്റോപ്പ് പൊസിഷനിലായിരിക്കുമ്പോൾ ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ. സ്റ്റെപ്പ് 10 നോബ് ഓൺ സ്ഥാനത്തേക്ക് ക്രമീകരിക്കുക. സ്റ്റെപ്പ് 11 തെർമോമീറ്ററിന്റെ റീഡിംഗ് കാണുക. സ്റ്റെപ്പ് 12 100 വാട്ട്സ് ബൾബ് എല്ലായ്പ്പോഴും പ്രകാശിക്കുന്നുണ്ടോ എന്ന് നോക്കുക. സ്റ്റെപ്പ് 13 തെർമോസ്റ്റാറ്റ് കട്ട് ഓഫ് ആകുന്നതുവരെ കാത്തിരിക്കുക. അത് വെളിച്ചത്തിന്റെ ഓഫ് പൊസിഷനിൽ സൂചിപ്പിക്കും. അത് തെർമോമീറ്ററിന്റെ റീഡിംഗ് വേഗത്തിൽ എടുക്കുക. സ്റ്റെപ്പ് 14 ഐസ് ക്യൂബുകളിൽ നിന്ന് തെർമൽ ബൾബ് നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 15 തെർമൽ ബൾബ് കൈകൊണ്ട് പിടിച്ച് ചൂടാക്കുക. തെർമോസ്റ്റാറ്റ് മുറിക്കുമ്പോൾ 100 വാട്ട് ബൾബിന്റെ പ്രകാശം സൂചിപ്പിക്കും. സ്റ്റെപ്പ് 16 3 വ്യത്യസ്ത റീഡിംഗുകൾക്കുള്ള താപനില ശ്രദ്ധാപൂർവം നോക്കുകയും ടാബുലേഷനിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഒരു സിംഗിൾ അല്ലെങ്കിൽ ഡ്യുവൽ ഡോർ റെഫ്രിജറേറ്റർ സിസ്റ്റത്തിൽ ഒരു തെർമോസ്റ്റാറ്റ് നിലവിൽ ഉണ്ടായിരിക്കും. എന്നാൽ ഒരു 3 അല്ലെങ്കിൽ 4 ഡോർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ഒരു തെർമിസ്റ്റോർ PCB ബോർഡിൽ നിലവിലുണ്ടായിരിക്കും. PCB പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും തകരാറുകളോ, അതായത് കത്തൽ, നിറവ്യത്യാസം, നാശം എന്നിവ, അപ്പോൾ കമ്പോണന്റ്സ്, കണക്ടറുകൾ, സോൾഡർ ജോയിന്റുകൾ എന്നിവയുടെ നാശനഷ്ടങ്ങൾ പരിശോധിക്കുക. ടാസ്ക് 7 കപ്പാസിറ്റർ പരിശോധിക്കുക. മുന്നറിയിപ്പ്: ഒരു കപ്പാസിറ്ററിന്റെ ടെർമിനലുകളിൽ വിരലുകൾ വയ്ക്കരുത്. ഇത് ചാർജ് ചെയ്ത് ഒരു ഷോക്ക് നൽകാം. കൈകാര്യം ചെയ്യുന്നതിന് മുൻപ് ഒരു ഇൻസുലേറ്റഡ് വയർ ഉപയോഗിച്ച് ഇത് ചുരുക്കുക. സ്റ്റെപ്പ് 1 പരിശോധനയ്ക്കായി കപ്പാസിറ്റർ നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 2 കപ്പാസിറ്റർ ടെസ്റ്റ് സർക്യൂട്ടിൽ കപ്പാസിറ്റർ ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 3 കാണിച്ചിരിക്കുന്നത് പോലെ സർക്യൂട്ടിലെ ഫ്യൂസ് D പരിശോധിക്കുക. സ്റ്റെപ്പ് 4 സർക്യൂട്ട് പ്ലഗ് E സ്വിച്ച് ഓണാക്കുക. കപ്പാസിറ്റർ ചാർജ് എടുത്തില്ലെങ്കിൽ അത് സ്പാർക്കാകില്ല. ഇതൊരു തുറന്ന സർക്യൂട്ട് സൂചിപ്പിക്കുന്നു. കപ്പാസിറ്റർ ടെസ്റ്ററിന്റെ ടെർമിനലുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്റ്റെപ്പ് 5 1-2 സെക്കൻഡ് നേരത്തേക്ക് ചാർജിംഗ് സ്വിച്ച് B അമർത്തുക. സ്റ്റെപ്പ് 6 സർക്യൂട്ട് പ്ലഗ് E ഓഫ് ചെയ്യുക. സ്റ്റെപ്പ് 7 ബിയിൽ തുറന്നിരിക്കുന്ന സ്വിച്ച് ഷോർട്ടിംഗ് സ്വിച്ച് C സ്പർശിക്കുക. കപ്പാസിറ്റർ നല്ലതാണെങ്കിൽ സ്വിച്ച് സ്പാർക്ക് ചെയ്യും. സ്റ്റെപ്പ് 8 ഇത് ആദ്യമായി സ്പാർക്ക് ചെയ്തില്ലെങ്കിൽ യൂണിറ്റിലേക്ക് കപ്പാസിറ്റർ മാറ്റുന്നതിന് മുൻപ് 2-3 തവണ ശ്രമിക്കുക. ശ്രദ്ധിക്കുക, കപ്പാസിറ്റർ നല്ലതാണെങ്കിൽ അത് സ്പാർക്ക് ചെയ്യും.
കപ്പാസിറ്റർ ഷോർട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടഡ് ആണെങ്കിൽ കാഴ്ചയിൽ കാണുന്നത് പോലെ ഫ്യൂസ് ഡി നോക്കണം. മുൻകരുതൽ: കപ്പാസിറ്റർ പരിശോധിക്കുമ്പോൾ ഒരു സംരക്ഷിത കേസിൽ വയ്ക്കണം. കാരണം ഒരു സർക്യൂട്ടിലിടുമ്പോൾ ഷോർട്ടഡ് കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ചേക്കാം. റീക്യാപ്പ്: ഈ വീഡിയോ സെഷനിൽ തകരാർ എങ്ങനെ പരിശോധിക്കാമെന്നും റെഫ്രിജറേറ്ററിന്റെ ഇലക്ട്രിക്കൽ മറ്റ് സിസ്റ്റം ഘടകങ്ങൾ എങ്ങനെ പരിശോധിക്കണമെന്നും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുണ്ട്.